ഇതൊന്നും ആരും അറിഞ്ഞിട്ടില്ലെന്ന് കരുതി അല്ലേ? സത്യത്തിൽ നിങ്ങൾ 3 പെൺപിള്ളേർക്ക് പിന്നാലെ എൻ്റെ ഒരു റഡാർ ഉണ്ടായിരുന്നെന്ന് കൂട്ടിക്കും. കെട്ടിച്ചു വിട്ടാലും ഇല്ലെങ്കിലും നിന്റെ അനിയത്തിയുടെ മരുന്നടി മുതൽ നീയും നിന്റെ കെട്ടിയവരും ഒരു മുറിയിലല്ല ഉറക്കമെന്ന് വരെ. ഇതൊക്കെ ഞാൻ എങ്ങനെ അറിയുന്നു എന്നായിരിക്കും നിന്റെ അതിശയം. നമ്മൾ ഇഷ്ടപ്പെടുന്നവർക്ക് പിന്നാലെ നമ്മുടെ മനസ്സ് സഞ്ചരിക്കുമെന്ന് പറയുന്നത് സത്യമാണ്. എൻ്റെ ഒരു വലിയ സ്വപ്നമായിരുന്നു ശാലിനി. ഒന്നുമല്ലേലും നമ്മുടെ വീട്ടുമുറ്റത്ത് IAS ബോർഡ് വെച്ചൊരു കാറ് കിടക്കില്ലേ? പോരെങ്കിൽ കളക്ടറും മന്ത്രിയും. നല്ല മാച്ചാ. ആ കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിക്കൊണ്ട് പോയി. പിന്നെ നിന്നോടൊരു മോഹം ഉണ്ടായിരുന്നു എന്നല്ല, ഇപ്പോഴും ഉണ്ട്. പക്ഷേ അക്കാര്യം നിന്റെ അമ്മയോട് പറഞ്ഞപ്പോ എനിക്ക് കിട്ടിയ മറുപടി എന്തെന്നറിയോ? വഴിവക്കിൽ ലോട്ടറി ടിക്കറ്റ് വിൽക്കുന്നവര് പോലും അന്തസ്സായ ഒരു ജോലി ചെയ്യുന്നെന്ന് ഞാൻ പറയും. പക്ഷേ നിന്നെ പോലെ ആരാണ്ട് ചോര കുടിച്ച് ജീവിക്കുന്ന അത്തകൾക്ക് ഞാൻ എന്റെ മോളെ പിടിച്ച് കൊടുക്കില്ല. ഞാൻ എന്റെ മോളെ പിടിച്ച് കൊടുത്താലും നിനക്ക് ശാരദയുടെ മക്കളെ ആരെയും കിട്ടില്ല എന്നർത്ഥം. അതിന് പകരമാ നീ ഇപ്പൊ ഇവിടെ ഈ കസേരയിലിരുന്ന് കരഞ്ഞത്. എന്റെ നെഞ്ചിലെ കല്ലിറങ്ങിയത് ഇപ്പോഴാടി. അതൊക്കെ വിട്. നിന്റെ കുടുംബശ്രീ ഹോട്ടലിരിക്കുന്ന സ്ഥലത്തിന് ഈ പറഞ്ഞ മൂല്യമൊന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞത് സത്യവാ. എന്നാലും നീ ചോദിച്ചാ 2 ലക്ഷം രൂപ തരാനൊക്കെ ഞാൻ തയ്യാറാ. എന്നാൽ എനിക്കൊരു സംശയം, നിനക്കിപ്പോ എന്തിനാ ഇത്രയും പണം? അച്ഛനെ ജാമ്യത്തിലിറക്കാൻ അവിടെ അതിന് 2 ലക്ഷം രൂപ കോടതിയിൽ കെട്ടിവെക്കണം. ഇതൊന്നും നിന്റെ നാവീന്ന് വീണ് കിട്ടണമായിരുന്നു എനിക്ക്. നിന്റെ അച്ഛനെന്ന് പറയുമ്പോ ഈ ചെവരെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മാന്യനല്ലേ, അതായത് എന്റെ അളിയൻ ഗോപാലകൃഷ്ണൻ. എന്നെ സംബന്ധിച്ച് നോക്കുമ്പോ അതൊരു അപകടമാണ്. അയാൾ ജയിലിൽ കിടന്ന് നരകിച്ച് ചാവുന്നതാ എനിക്ക് നല്ലത്. പുറത്തിറങ്ങിയ ഞാൻ സ്വത്ത് തട്ടിയെടുത്തു എന്നും പറഞ്ഞ് അയാൾ എനിക്കെതിരെ കേസ് കൊടുത്തുനിന്നിരിക്കാം. അതുമല്ലെങ്കിൽ ആ പഴയ ചട്ടമ്പി സ്വഭാവം വെച്ച് വഴക്കിന് വരാം. മനുഷ്യന്റെ കാര്യമല്ലേ, ഒന്നും പറയാൻ പറ്റത്തില്ലെന്നേ. എല്ലാം കൊണ്ടും എനിക്ക് നഷ്ടക്കച്ചവടവാ. പിന്നെ നിന്നെ ഓർത്തു ഞാൻ അതും വിട്ടേക്കാം. അച്ഛനെ മാത്രമല്ലല്ലോ, വേറൊരാളെ കൂടെ സ്റ്റേഷനിൽ നിന്ന് ഇറക്കാനില്ലേ? അർജുനല്ലേ 2 പേരുടെയും വക്കീലേ. ഇക്കാര്യം വസുമതി അറിഞ്ഞിട്ടുണ്ടോ? മകന് സ്ത്രീധനമായി കിട്ടിയ ലക്ഷങ്ങളുടെ ഉരുപ്പടി മോഷ്ടിച്ച കേസിലെ പ്രതിയെ പുറത്തിറക്കാൻ മകൻ തന്നെ പെടോപ്പാട് പെടുവാണെന്നുള്ളതേ. അമ്മ മോഷ്ടിച്ചിട്ടില്ല. വേണ്ടെന്നേ, സത്യം ആർക്ക് വേണം? ഈ രേഖയിൽ പ്രതി ശാരദാമ്മ തന്നല്ലേ. പറശാരികെ, വസുമതി അറിഞ്ഞ എന്ത് സംഭവിക്കും? 2 കേസും ഡിം. ഇതൊക്കെ ഓരോന്നായി ഞാൻ എടുത്ത് ചോദിക്കുന്നതേ ബ്രഹ്മാസ്ത്രങ്ങൾ പലതും എന്റെ കയ്യിലുണ്ടെന്ന് ഒരു മുന്നറിയിപ്പ് തരാനായിട്ടാ. ബാലചന്ദ്രൻ ഇപ്പൊ എന്താ വേണ്ടത്? പണം തന്നില്ലെങ്കിൽ വേണ്ട, അതോരെങ്കിൽ തന്നേക്ക്, ഞാൻ പോട്ടെ. അങ്ങനെ അങ്ങ് പിണങ്ങിയാലെങ്ങനാ? പണം തരുന്നില്ലെന്ന് ആരാ പറഞ്ഞത്? കാശ്. ദാ ഈ പണം നീ എടുത്തു. പകരം ദാ ഈ മുദ്രപത്രത്തിൽ ഒരു ഒപ്പിട്ടേക്ക്. ദാ ബാലേന്ദ്രനല്ല, ഏത് പിശാചിന്റെ കയ്യിൽ നിന്നാണെങ്കിലും
എനിക്ക് ഗോപാലേട്ടനെ പുറത്തിറക്കണം. അസുഖം മുഴുവനായിട്ട് മാറിയിട്ടില്ല അദ്ദേഹത്തിന്. ഈ അവസ്ഥയിൽ ലോക്കപ്പിൽ കിടത്താൻ വയ്യ കുറുപ്പ് സാറേ. വാങ്ങിച്ചോ, പേരെഴുതി ഒപ്പിട്. ദാ. ആ, പലിശയായിട്ട് നയാ പൈസ നീ തരണ്ട. ഇത് നമ്മൾ തമ്മിലുള്ളൊരു സ്നേഹബന്ധത്തിന്റെ ഒരു കരാറാണെന്ന് കൂട്ടിയാ മതി. ഈ പണം തന്ന് തീർക്കാൻ കാലാവധി ഒന്നുമില്ല. തവണ തവണയായിട്ട് നീ അടച്ചാ മതി. ഒറ്റ പൈസ തരാൻ നിനക്ക് മനസ്സില്ലെങ്കിൽ അങ്ങനെ. എന്താ പോരെ? ഇല്ല ബാലചന്ദ്രൻ, ഞാൻ ഈ പണം എത്രയും പെട്ടെന്ന് തന്നു തീർക്കും. ഇവിടുന്ന് ഈടാക്കാറുള്ള പലിശ അടക്കം. ആ, പണം നീ തന്നു തീർത്താലും ഈ മൂല്യമില്ലാത്തൊരു വസ്തുവിന്റെ ഈടിന്മേല ഞാൻ ഇത്രയും പണം നിനക്ക് തരുന്നതെന്നുള്ള കൂറ് എന്നോടുണ്ടാവണം. അതിന്റെ പേരില നിന്റെ അച്ഛനും അമ്മയും ജാമ്യത്തിലിറങ്ങി എന്നുള്ള കടപ്പാടും എന്നും ഉണ്ടാവണം. പേരെഴുതി ഒപ്പിട്ടോ. ആ, അതിന്റെ അടിയിലെ മൊബൈൽ നമ്പർ കൂടെ എഴുതിക്കോ. ആ, പിന്നെ നിന്റെ മൊബൈലിന് ഫ്രണ്ട് ക്യാമറയൊക്കെ ഉണ്ടല്ലോ അല്ലേ? നെറ്റൊക്കെ ചാർജ് ചെയ്ത് വെച്ചോളണേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. പകലും രാത്രിയൊക്കെ. ചിലപ്പോ വീഡിയോ കോളും ആയിരിക്കും. അറ്റൻഡ് ചെയ്തോളണം. എപ്പോഴായാലും ആ നമ്പരങ്ങ് എഴുതിയേക്ക് ശരികെ. എന്താ എഴുതുന്നില്ലേ? ഈ ക്യാഷ് വേണോ, ഒരു മൊബൈൽ നമ്പർ തരാതിരിക്കണമെന്നൊക്കെ നീ തന്നെ തീരുമാനിക്ക് ശരികെ. അടുക്കളയിലേക്ക് വേണ്ട പാത്രങ്ങൾ വേണം. ചായ തിളപ്പിക്കാനുള്ള ചെരുവം, പിന്നെ ചോറ് വെക്കാനുള്ള കലം, ഇതെല്ലാം വേണം. ശരി, ഇത് നോക്ക്. ഞാൻ 1-2 കൂടി അകത്ത് പോയി എടുത്തോണ്ടിരാ. ശരി. ആ, പിന്നെ ഗ്ലാസ് കൂടി വേണേ. ഇത് നോക്കിയേ. ഇതിനെത്രയാവും? ജോസെ, വണ്ടി ഒന്ന് നിർത്തിക്കേ. ഇതിനെത്രയാവും? 500. അയ്യോ, ഇത്രയും വലുത് വേണ്ട ചേട്ടാ. കുറച്ചുകൂടി കുറഞ്ഞത് മതി. ഓ, ഇവരുടെ മരത്തല്ലിൽ എന്താ ഞാൻ പറഞ്ഞൊന്നും കേറിയില്ലേ? ഇത് നോക്കിയേ, നല്ല കമ്പനി ഐറ്റം. ഇവരിത് എങ്ങോട്ട് പോകുന്നു? ഇതിനെത്രയാ? ഇത് 250. 250? അഡ്ജസ്റ്റ് ചെയ്യാം മാഡം. നല്ല ക്വാളിറ്റി സ്റ്റീലാ. അതുകൂടെ നോക്കിയേ. എന്ത് വേണം മാഡം? എന്താ വേണ്ടേ മാഡം? ചോറ് വെക്കാനുള്ള ഒരു ചെമ്പ് വേണമായിരുന്നു. എത്ര പേർക്കുള്ളതാ? എന്താ വലിപ്പം? ഒരു 50-60 പേർക്ക് വെക്കാനുള്ളത്. വീട്ടിൽ ചെറിയ ചടങ്ങുകളൊക്കെ വരുമ്പോ അതിന് ഉപയോഗിക്കാനാ. അയ്യോ, അത്രയും വലുത് ഇവിടില്ല മാഡം. വിറ്റ് പോകാൻ പാടാ. അല്ല, ഇവിടെ 2 പേർക്കുള്ള ചോറിന്റെ കാലമല്ലേ വേണ്ടത്? അതെ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം.
ദേ ഇത് നോക്കണം മാഡം. അതിലെ പണം അവളോട് എടുത്തോളാം നീ ചെന്ന് പറ. വീട്ടു സാധനങ്ങൾ വാങ്ങിക്കുകയും വീട്ടു ചെലവൊക്കെ നടത്തുകയും ചെയ്യട്ടെ. വിഷ്ണു അടക്കം മറ്റാരും അറിയണ്ട. പണം തീരുമ്പോ അറിയിക്കാനും പറയണം. അപ്പൊ അതാണ് തള്ളയുടെ മനസ്സിലിരിപ്പ്. നീ എന്താ ആലോചിക്കുന്നേ? അല്ല, ആന്റിയുടെ ഈ നല്ല മനസ്സ് ശാലിനി കാണുന്നില്ലല്ലോ എന്ന് ഞാൻ ആലോചിക്കായിരുന്നു. അതൊന്നും സാരമില്ല. അല്ല, ആന്റിക്ക് തന്നെ ഇത് അവളോട് പറഞ്ഞാലെന്താ? അതൊന്നും ശരിയാവില്ല. എന്നാ ഞാൻ ശരിയാക്കി തരാം ആന്റി. അല്ല, അവളോട് ഞാൻ പറഞ്ഞ് ശരിയാക്കാമെന്ന്. ഇവിടെ ഇപ്പൊ വിഷ്ണുവേട്ടനും ആന്റിയും തമ്മിൽ പ്രശ്നമൊന്നുമില്ലല്ലോ. ഒത്തുപോകാൻ കഴിയില്ലെന്ന് വന്നപ്പോ ഒരു തർക്കം ഉണ്ടായി. വിഷ്ണുവേട്ടൻ ശാലിനിയും കുഞ്ഞുമായി ആ വീട്ടിൽ നിന്ന് ഇറങ്ങി എന്ന് കരുതി രണ്ടു കൂട്ടരും തമ്മിൽ പിണങ്ങിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കല്യാണം കഴിഞ്ഞ് മക്കള് മാറി താമസിക്കുന്നതൊക്കെ പതിവല്ലേ. തെറ്റ് മനസ്സിലായി കഴിയുമ്പോൾ വിഷ്ണുവേട്ടൻ ആന്റിയുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്യും. നടന്നത് തന്നെ. വിഷ്ണുവേട്ടൻ വന്നോട്ടെ, ശാലിനി അവിടെ തിരികെ കയറ്റാൻ എനിക്ക് ജീവനുള്ളപ്പോ സമ്മതിക്കില്ല. ഇത് സത്യമ്മയുടെ പേഴ്സാണല്ലോ. ഇവിടെ വന്നപ്പോ കയ്യിൽ നിന്ന് വീണു പോയതാവും. ഞാൻ അവളോട് സംസാരിച്ചിട്ട് വരാം ആന്റി. എങ്ങോട്ടാടി? സത്യാമ്മയുടെ പേഴ്സ് ഇവിടെ വീണു പോയതാന്ന് തോന്നുന്നു. അത് തിരിച്ചു കൊടുക്കണം. വീണുപോയതല്ല, ആന്റി മനഃപൂർവ്വം ഇവിടെ വെച്ചിട്ട് പോയതാ. നിന്റെ ഈ ദാരിദ്ര്യം കണ്ടിട്ട്. ഇതിനുള്ളിലെ കുറെ പണമുണ്ട്. നിനക്കും വിഷ്ണുവേട്ടനും ഇപ്പൊ സ്വപ്നം പോലും കാണാൻ പറ്റാത്തത്ര പണം. പക്ഷേ അതിന്നൊരു ചില്ലി പൈസ നീയോ വിഷ്ണുവേട്ടനോ എടുക്കാൻ പാടില്ല. ഭാമാന്റിയുടെ കൊച്ചുമകൾക്ക് വേണ്ടിയുള്ള ചെലവിനുള്ള പണം അത്. അവൾക്കേ ഒരു കുറവും വരാൻ പാടില്ലെന്നും പറഞ്ഞു. പിന്നെ തീരുമ്പോ ഭാമാന്റിയുടെ അടുത്ത് വന്ന് കൈ നീട്ടിയാ മതി, തരും. പിന്നെ ശനിയാഴ്ച നോക്കി വന്നാ മതി. അന്നാ ഭാമാന്റി ഭിക്ഷ കൊടുക്കുന്ന. ആന്റി, നീ അവളോട് സംസാരിച്ചില്ലേ? സംസാരിച്ചു. എന്നിട്ട് അവളെന്തു പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. വിട്ടുവീഴ്ചയിൽ പോകണമെന്നും ആന്റിയുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ കാല് പിടിക്കാന്നൊക്കെ പറഞ്ഞു. അവക്ക് ഒരിളക്കവും കണ്ടില്ല. ദേ ആന്റി വരുന്നുണ്ട്. ഇത് വാങ്ങണം. തിരികെ വാങ്ങാൻ വേണ്ടിയല്ല അത് തന്നത്. പണം തിരിച്ചു തരണ്ട. ഈ പണത്തിന്റെ ആവശ്യം ഞങ്ങൾക്കില്ല സത്യാമ്മേ. ചെലവുകളൊക്കെ ഉള്ളതല്ലേ. കൂടെ ഒരു കുഞ്ഞും കൂടി ഉള്ളതാണെന്ന് ആലോചിക്കണം. രക്ഷപ്പെട്ടു. ഇനി ഞാൻ പറഞ്ഞത് അതേപടി വിശ്വസിച്ചോളൂ. തെരുവിൽ പിച്ച എടുത്താലും ഞാനോ വിഷ്ണുവേട്ടനോ ഈ പണം കൈകൊണ്ട് തൊടില്ല സത്യാമ്മേ. സത്യാമ്മയുടെ മേശന്ന് താഴെ വീഴുന്ന അപ്പകഷ്ണത്തിനും ചില്ലിത്തൊട്ടിനും വേണ്ടി ശനിയാഴ്ച ദിവസം ആ വീടിന് മുന്നിൽ വരി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ വിഷ്ണുവിനെയും ശാലിനിയും പ്രതീക്ഷിക്കണ്ട. ഇരന്ന് ജീവിക്കാനാണെങ്കിലും വേറെ വീടുകളുണ്ടല്ലോ നാട്ടില്. ഇത് വാങ്ങും.
പിന്നെ എങ്ങനെ ജീവിക്കുന്നാടി? അത് സത്യാമ്മയുടെ വിഷയമല്ല. എല്ലാ ബന്ധവും അവസാനിപ്പിച്ച് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതല്ലേ. പിന്നെ എങ്ങനെ ജീവിക്കുമെന്ന് അന്വേഷിച്ച് ഞങ്ങളുടെ പിന്നാലെ നടക്കേണ്ടതില്ല. പിന്നെ മോളുടെ കാര്യം അതോർത്ത് സത്യാമ്മ വിഷമിക്കണ്ട. സത്യാമ്മ പറഞ്ഞതുപോലെ എന്റെ ഭർത്താവ് 4ാം ക്ലാസ് തികച്ചു പഠിച്ചിട്ടില്ല. പക്ഷെ അധ്വാനിക്കാനുള്ള മനസ്സുണ്ട്, അതിനുള്ള ആരോഗ്യം. അതുകൊണ്ട് സത്യാമ്മയുടെ വീട്ടിലെ അത്ര സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഞങ്ങളുടെ മോളും സുഖമായിട്ട് ജീവിക്കും. ഹാ, ഈ അഹങ്കാരം കണ്ടു നിൽക്കണോ ആന്റി? അഹങ്കാരമല്ല സുസ്മിതെ, ആത്മവിശ്വാസ. സുസ്മിതേ, നീ കാറി കയറ്. വണ്ടി എടുക്ക് ജോസേ. ഞാൻ പറഞ്ഞതങ്ങ് തിരിച്ചെടുത്ത ആന്റി. വിഷ്ണുവേട്ടൻ അങ്ങനെ തെറ്റ് തിരിച്ചറിഞ്ഞ് എങ്ങനെ മടങ്ങി വരാനാ? ശാലിനി തന്നെയാ തെറ്റ്. അവളുടെ കൂടെ ജീവിക്കുമ്പോ നല്ലത് വല്ലതും ചിന്തിക്കാൻ പറ്റുമോ? ആന്റിയുടെ ഒരു അവസ്ഥ കണ്ടിട്ട് ഞാൻ തന്നെ ഉരുക്കിപ്പോയി. സഹായിക്കാൻ ചെന്നിട്ടേ അവള് മുഖത്തടിച്ച പോലെ ആയില്ലേ. ഛേ, സംഗതി വർക്കൗട്ട് ആവുന്നുണ്ട്. ആന്റി എന്താ ഒന്നും മിണ്ടാത്ത? അയ്യേ, അവള് പറഞ്ഞ സങ്കടത്തിലാണോ? അത് വിട്ടേക്ക് ആന്റി. അവക്ക് ആ കൾച്ചറേ ഉള്ളൂ, ലോ ക്ലാസ്സാ. അവക്ക് അങ്ങനൊരു സീൻ ഉണ്ടാക്കാൻ നമ്മൾ അവസരം കൊടുക്കാൻ പാടില്ലായിരുന്നു. നീ പറഞ്ഞതാ ശരി. അവളോട് സംസാരിക്കാനേ പാടില്ലായിരുന്നു. ഏറ്റു അതെ ആന്റി, അതാരാ നോക്കി? വിഷ്ണു.